ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാം സിനിമ കാണുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാം ജനിക്കുന്നതിന് മുൻപ് തന്നെ പരമ്പരാഗത സിനിമാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയിട്ടുണ്ട്. സ്ത്രീപക്ഷ സിനിമകൾ ചർച്ച ചെയ്യപ്പെടുകയും കൊണ്ടാടപ്പെടുകയും ചെയ്യുമ്പോൾ ഓർക്കുക, പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മലയാള സിനിമയിൽ അത്തരം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ തിരക്കഥയുടെ അല്ലെങ്കിൽ സിനിമയുടെ സ്വാഭാവികമായ ഒഴുക്കിന് ആവശ്യമായ ഘടകം മാത്രമായിരുന്ന ഒരു കാലം. സ്നേഹനിധിയായ അമ്മയായും പെങ്ങളായും അനുസരണയുള്ള മകളായും എന്തിനേറെ പറയുന്നു സാരി തുമ്പുകൊണ്ട് മുഖം പൊത്തി കരഞ്ഞിരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ തിരശ്ശീലയിൽ നിറഞ്ഞിരുന്ന കാലം. ഇന്നും 22 ഫീമെയിൽ കോട്ടയം പോലെയോ B32-44 എന്ന സിനിമ പോലെയോ ഇടയ്ക്കെപ്പോഴെങ്കിലും മാത്രമാണ് സ്ത്രീ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവാറുള്ളത്. 1986 ശ്രീ KK സുധാകരൻ രചിച്ച നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന നോവലിനെ ആസ്പദമാക്കി ശ്രീ പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അന്നേ വരെ നിലവിലുണ്ടായിരുന്ന മലയാള സിനിമയിലെ ക്ലീശകളെ ഒന്നാകെ പൊളിച്ചെഴുതാൻ ഈ സിനിമയ്ക്കായി. തൻ്റെ പരാജയത്തിൽ പതറാതെ വിധിയെ പഴിക്കാതെ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രമായിരുന്നു ഷാരി എന്ന നടി അവതരിപ്പിച്ച സോഫിയ എന്ന കഥാപാത്രം. ഇന്നും മുൻനിര നായകന്മാർ അഭിനയിക്കുന്ന സിനിമകളിൽ നായിക ബലാത്സംഗം ചെയ്യപ്പെടുകയാണെങ്കിൽ ഒന്നുകിൽ സന്യാസത്തിന് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മഠത്തിൽ ചേരുകയോ ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഷാരി അഭിനയിച്ച സോഫിയ എന്ന കഥാപാത്രം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലായിരുന്നിട്ട് കൂടി മോഹൻലാൽ എന്ന നടൻ ബലാത്സംഗം ചെയ്യപ്പെട്ട നായികയെ സ്വീകരിക്കുന്ന സോളമൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ തയ്യാറായത് പത്മരാജൻ എന്ന മഹാപ്രതിഭയെ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമായിരിക്കാം. സ്വന്തം വീട്ടിലെ സ്വന്തം മുറിയിൽ മറ്റാരെയും കയറ്റാതെ മുറി പൂട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിച്ചു നടക്കുന്ന സോളമൻ എന്ന കഥാപാത്രത്തിന് സിനിമയുടെ അവസാന ഘട്ടത്തിൽ വന്ന മാറ്റം വളരെ പ്രകടമാണ്. സോഫിയയെ വിവാഹം ചെയ്യാൻ സോഫിയയുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഒരു നായകനെ പോലെ സ്വന്തം ബൈക്കിൽ, അതായത് ബുള്ളറ്റിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറയുന്ന സോളമനോട് സോഫിയ പറയുന്ന മറുപടി ഏറെ വിചിത്രമാണ്. ബുള്ളറ്റ് വേണ്ട, സോളമൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോളമൻ്റെ ടാങ്കർ ലോറി മതി എന്നാണ് സോഫിയ പറയുന്നത്. ബൈക്കിൽ ചെത്തി നടക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ പെണ്ണല്ല സോഫിയ എന്ന് കഥാകാരൻ ഇവിടെ വരച്ചു കാണിക്കുന്നു. കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന സിനിമകളാണ് പത്മരാജൻ സിനിമകളെന്ന് പണ്ടേ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുതന്നെയാണ് സത്യവും. സദാചാരവാദികളായ നിരൂപകർ പത്മരാജൻ സിനിമകളെ വെറും രതി മാത്രം കുത്തിനിറച്ച സൃഷ്ടികളായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ ആ സിനിമകൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയം അവർക്കൊരു വിഷയമേ അല്ലായിരുന്നു. സോളമൻ സോഫിയയെ വെറുതെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കല്ല ക്ഷണിച്ചത്. ഒരു മുൻവിധിയുമില്ലാതെ തൻ്റെ കാമുകയെ അവൾ അനുഭവിച്ച ഏറ്റവും പ്രയാസഘട്ടത്തിലും ചേർത്ത് നിർത്താൻ സോളമൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താൻ സോളമൻ ശ്രമിച്ചു. താൻ രണ്ടാനച്ഛനാൽ ബലാത്സംഗത്തിന് ഇരയായിരുന്നിട്ട് കൂടി വിധിയെ പഴിച്ചിരിക്കാൻ സോഫിയ തയ്യാറായിരുന്നില്ല. പറഞ്ഞു വരുന്നത് മലയാള സിനിമ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ ഇന്നലകളിൽ തന്നെ മലയാള സിനിമ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് ചുവടുവെച്ചുവെന്ന് ഓർമ്മിപ്പിക്കാനാണ്. നാളെ ഏറെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.